ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഉള്ളി വജൻ്റെ റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. 3 ഉള്ളിനല്ലേ നല്ല പാങ്ങല നേരിയതായിട്ട് കട്ടാക്കിയിട്ട് അതിന് കുറച്ച് ഉപ്പിട്ടിട്ട് ഫസ്റ്റ് പെരക്കണം. നല്ല ഞൗണ്ടിയിട്ട് ഉപ്പെല്ലാം പൊടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിക്ക് നല്ല പോലെ ഞൗണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് അതിലേക്ക് കറിച്ചപ്പല, ഇഞ്ചി, പിന്നെ പച്ചമുളക്, മല്ലിച്ചപ്പ് വേണമെങ്കിൽ മല്ലിച്ചപ്പ് കിട്ടും. അതെല്ലാം ഇട്ടിട്ട് നല്ല പോലെ അതിൽ മിക്സാക്കിയിട്ട് കുറച്ച് കടലപ്പൊടി, പിന്നെ കുറച്ച് മൈദയും എല്ലാം മിക്സാക്കിയിട്ട് അതിൽ അങ്ങനെ ഞൗണ്ടണം നല്ല പൊടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ഇങ്ങനത്തെ ഈ ഷേപ്പാക്കിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തെങ്കിൽ നമ്മളെ ഉള്ളി ബജി റെഡി. തീ നല്ല കൂട്ടിയിട്ട് വെച്ചിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ കഴിയല. ചെറിയ തീയിലില്ല, ക്ഷമയോടെ കാത്തിരുന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കണം. പിന്നെ പെട്ടെന്നില്ലേ തീ കൂട്ടിയെങ്കിൽ ഇത് കരിഞ്ഞിട്ട് പോയി. ഇപ്പോൾ ഉള്ളിയല്ലേ, ഉള്ളി പെട്ടെന്ന് കരിഞ്ഞിട്ട് നമുക്ക് കയ്പ്പ് വരും. പിന്നെ നമുക്ക് തിന്നാനേ കഴിയല. അതുകൊണ്ട് തീയെല്ലാം കുറച്ചിട്ട് നല്ല സമാധാനത്തിൽ ചുട്ടിട്ടെടുക്കണം. അപ്പോൾ ഇത് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ടിട്ടാകുമ്പോൾ ഇല്ലേ ഇത് ഫ്രൈ റെഡി ആയിട്ടുണ്ടാവുക. ഈ ഉള്ളി വജ നിങ്ങളടെല്ലാം എന്താ ചെല്ലുന്ന കമൻ്റ് ആക്കുക. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഇല്ലേ എങ്ങനെ ആക്കുന്ന എല്ലാം വിശദീകരിച്ചിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ ആയിട്ട് കാണാത്തവരുണ്ടെങ്കിലേ കണ്ടു നോക്കണം. എന്നിട്ട് സപ്പോർട്ടാക്കണം. പിന്നെ നിങ്ങളെല്ലാം എന്നെ ചൂടുന്ന എല്ലാം കമൻ്റ് ആക്കുക. നമുക്ക് പുരയിൽ ഉണ്ട സാധനം വെച്ചിട്ടില്ലേ വൈകുന്നേരം പിള്ളേരെല്ലാം വരുമ്പോൾ സ്കൂളിൽ നിന്നെല്ലാം വരുമ്പോൾ ചുട്ടിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ഇത് ഉള്ളി വജ. ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചതാ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര തന്നെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കണ്ടേ. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുവാ. ബായ്, അസ്സലാമു അലൈക്കും.